സർ, നമ്മൾക്കറിയാം പൗരത്വ ഭേദഗതി നടപ്പിലാക്കേണ്ട അനിവാര്യത നമ്മൾക്കറിയാം. പക്ഷെ അതിനെതിരെ ഇവിടെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. മുസ്ലിങ്ങളെ, ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് കരകയറ്റ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന നിയമമാണെന്നും പറഞ്ഞ് പച്ച നുണ പടച്ചിറക്കിക്കൊണ്ട് ഇവിടെ പ്രചാരണം കൊടുത്തു. ഇന്നിപ്പോൾ അതിന്റെ അനിവാര്യത മനസ്സിലാക്കാത്ത ഈ പബ്ലിക്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു ആയാലും കോൺഗ്രസ് ഹിന്ദു ആയാലും ക്രിസ്ത്യൻസ് ആയാലും അവർക്കൊക്കെ കൊടുക്കാൻ എങ്ങനെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അനിവാര്യത എത്രത്തോളം കടന്നു കഴിഞ്ഞു എന്നുള്ളത് കൂടി പറയേണ്ടത് സാർ? തീർച്ചയായിട്ടും ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പായി കഴിഞ്ഞു. കേരളത്തിലും നടപ്പായി കഴിഞ്ഞു. പിണറായി വിജയൻ വെറുതെ മനുഷ്യന്റെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഇത് ഇവിടെ നടക്കില്ല എന്നൊക്കെ പറയും. ഇപ്പൊ സൂര്യൻ ഉദിച്ചാലും കുഴപ്പമില്ല, പക്ഷെ കേരളത്തിൽ സൂര്യൻ ഉദിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഉള്ളൂ പിണറായി വിജയന്റെ ആ കാര്യത്തിൽ. അതായത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തിക്ക് വെളിയിൽ പീഡനം ഏറ്റുവാങ്ങുന്ന ന്യൂനപക്ഷങ്ങൾ, അവിടെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ള വാക്ക് ഓർക്കുക. ഇന്ത്യക്കകത്തെ ന്യൂനപക്ഷം അല്ലല്ലോ പാകിസ്ഥാനിലെ ന്യൂനപക്ഷം. പാകിസ്ഥാനിലെ, അഫ്ഗാനിസ്ഥാനിലെ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം, അല്ലെങ്കിൽ ബർമയിലെ, ശ്രീലങ്കയിലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടുത്തെ ഭരണകക്ഷിയാണ്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഭരണകക്ഷി എന്ന് പറയുന്നത്, ഭരണകൂടം എന്ന് പറയുന്നത് മുസ്ലിം ഭരണകൂടം. അവർക്ക് അവിടെ യാതൊരു പീഡനവും ഇല്ല. പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. അവർക്കവിടെ യാതൊരു പീഡനവും ഇല്ല. എന്നാൽ പീഡനം ഏറ്റുവാങ്ങുന്ന ആരാണ്? അവിടുത്തെ മുസ്ലിം ഒഴികെ ബാക്കിയുള്ളവരാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ചു എന്നല്ലേ നമ്മളൊക്കെ പറയുന്നത്. സത്യം അതല്ലല്ലോ. ഇന്ത്യ 7ആയിട്ടാണ് വിഭജിച്ചത്. 1936 മുതൽ വിഭജനം തുടങ്ങിയതാണ്. അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാൻ ആദ്യം കൊണ്ടുപോയി, അത് കഴിഞ്ഞിട്ട് ടിബറ്റ് ചൈന കൊണ്ടുപോയി, നേപ്പാളിനെ വിഭജിച്ചു, ഭൂട്ടാനെ വിഭജിച്ചു, ബർമയെ വിഭജിച്ചു, ശ്രീലങ്കയെ വിഭജിച്ചു, ഏറ്റവും അവസാനമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ 6-7 തവണ വിഭജിച്ചു കഴിഞ്ഞ അവസരത്തിൽ ആ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ അടക്കമുള്ള ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കളും അവരുടെ സ്വത്തുക്കളും അവരുടെ മറ്റ് ഇടപാടുകളും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു രാജ്യം, യഥാർത്ഥ മാതൃരാജ്യം ഭാരതമാണ്. ഈ ഭാരതത്തിലേക്ക് അവർക്ക് വരിക എന്ന് പറയുന്നത് അവർ മറ്റൊരു രാജ്യത്തിന്റെ ആൾക്കാരല്ല, നമ്മുടെ തന്നെയാണ്. ബൗണ്ടറി തിരിച്ചപ്പോൾ അപ്പുറത്തായി പോയ എന്ന ഒറ്റ കുറ്റത്തിന് ഇന്ന് അവർ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുക. നമുക്കറിയാം 24 കോടി പേര് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ, ഇപ്പൊ 1 കോടിയേ ഉള്ളൂ. 33 കോടി പേര് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, ഇപ്പം 7 കോടിയേ ഉള്ളൂ. അവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർക്കപ്പെടുന്നു, അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കപ്പെടുന്നു, അവർ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു, അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ പണ്ട് അവർ ഏത് രാജ്യത്തിന്റെ മാതൃരാജ്യത്തിന്റെ ഭാഗമായിരുന്നോ അവിടേക്ക് കടന്നു വരാൻ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് ഉള്ള നിയമങ്ങളെക്കാൾ ഇളവ് കൊടുത്തു എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു കാര്യവുമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഉള്ള മുസ്ലിമിന് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. പക്ഷെ അവർക്ക് സ്വാഭാവികമായ നിയമ നടപടികളിലൂടെ കടന്നു വരേണ്ടി വരും. ഇവർക്കാണെങ്കിൽ കാലാവധി അല്പം ഇളവുണ്ട്. ഈ കാലാവധി ഇളവുണ്ടെന്നുള്ളതല്ലാതെ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഉള്ള ഒരു മുസ്ലിമിനും ഇന്ത്യക്കകത്ത് അംഗത്വം കിട്ടില്ല എന്നല്ല CAA പറയുന്നത്. അതിന് പ്രത്യേക ഇളവുകളില്ല, പൊതുവായിട്ടുള്ള നിയമം അനുസരിച്ച് അവർക്കും കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇത് മൂടി വെച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യക്കകത്ത് നിന്ന് പുറത്തിറക്കാൻ പോകുന്നു. നിന്റെ ബാപ്പയുടെ മുത്തച്ഛന്റെ ബാപ്പയുടെ റേഷൻ കാർഡ് കൊണ്ടുവരാൻ പറയാൻ പോകുന്നു. പച്ച നുണ ഇവരിങ്ങനെ പ്രചരിപ്പിക്കുകയുണ്ടായത്. പക്ഷെ ഇന്നിപ്പോ എല്ലാവർക്കും കാര്യം മനസ്സിലായി അത് നുണയായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ പച്ച നുണ പ്രചരിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. കർഷക സമരം, ആ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേജ്രിവാൾ അതുമായി ബന്ധപ്പെടാത്ത മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേജ്രിവാൾ അറസ്റ്റ് ചെയ്തു 12 മണിക്കൂറിനകം കർഷക സമരക്കാരുടെ പൊടി പോലും കാണാനില്ല, ഓടി രക്ഷപ്പെട്ടു. എന്താ കാരണം? കർഷക സമരത്തിന്റെയും കേജ്രിവാളിന്റെയും പുറകില് ഒരേ ഫണ്ടിങ് ഏജൻസി തന്നെ ആയിരുന്നു. അപ്പോൾ ഈ CAA എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വലിയ ഒരു മുൻകരുതലാണ്. കാരണം കോടിക്കണക്കിന് ആൾക്കാര് ഇപ്പോൾ ബംഗാളിൽ നിന്ന്, അതായത് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയുടെ അതിർത്തി കടന്ന് വരാൻ സാധ്യതയുണ്ട്. ഇതൊരു അവസരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് ഹിന്ദുക്കളോടൊപ്പം കോടിക്കണക്കിന് മുസ്ലിങ്ങളും വരും. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തേക്ക് തിരിച്ചു വന്ന് വീണ്ടും ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് അവരെ തെരഞ്ഞു പിടിച്ച് അതിർത്തിക്കപ്പുറത്ത് തന്നെ നിർത്തണമെങ്കിൽ CAA എന്ന് പറയുന്ന നിയമം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആ CAA നിയമം പാസ്സാക്കി എന്നുള്ളത് കൊണ്ട് ഒരു വലിയ ഭാഗ്യം സിദ്ധിച്ചത്
ഇനി കടന്നു വരുന്ന ഇന്ത്യ വിരുദ്ധരെയും തീവ്രവാദി മുസ്ലിങ്ങളെയും റോഹിംഗ്യൻ അടക്കമുള്ള ആൾക്കാരെയും പുറത്തു നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന ഹൈന്ദവ, ക്രൈസ്തവ, ബൗദ്ധ, ജൈന വിഭാഗത്തിൽപ്പെട്ടവരെ ഇന്ത്യയിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് CAA നിയമമുള്ളത് വലിയ ഭാഗ്യമായി. അതിന്റെ ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പീഡനം അനുഭവിക്കുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ മത വിഭാഗങ്ങൾ അവരെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ഏറ്റവും ന്യൂനപക്ഷമായ അതാത് രാജ്യങ്ങളിലെ, അതായത് ഒരിക്കൽ കൂടി പറയാം, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവ, ഹൈന്ദവ, ബുദ്ധ, ജൈന വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അതിനെ ഇന്ത്യക്കകത്തുള്ള ഒരു മുസ്ലിമിന്റെയും ഒരു നിയമവും ബാധിക്കുന്നില്ല, ഒരവകാശവും നഷ്ടപ്പെടുന്നില്ല, ഒരു തരത്തിലും അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുകയുമില്ല. ഇതിനേക്കാൾ വ്യക്തമായി പറയേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ബൈജു അത് പ്രത്യേകം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൃത്യമാക്കി എന്ന് മാത്രമേ ഉള്ളൂ. സാർ, നമ്മൾക്കറിയാം ഈച്ച ചത്താലും പൂച്ച ചത്താലും നമ്മുടെ, അതായത് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ ഈച്ച ചത്താലും പൂച്ച ചത്താലും ഈ പ്രത്യേകം ഈ ഈച്ചയുടെയും പൂച്ചയുടെയൊക്കെ മതം ഒരു പ്രത്യേക മതസ്ഥരുടേതാകുമ്പോൾ അവിടേക്ക് ഞാനടക്കമുള്ള സാറടക്കമുള്ള നമ്മളെ കാണുന്ന പ്രേക്ഷകരടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ലക്ഷങ്ങളും കൊണ്ട് ഓടുന്ന പിണറായി വിജയന്റെ ആ ഒരു ദുഷ്ടമുഖം നമ്മളിവിടെ അനാവരണം ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് സാർ ആ പിണറായിയുടെ ആ ദുഷ്ടമുഖം നമ്മുടെ മാന്യ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അത് പറയുന്നത്? അത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആരും ആവട്ടെ ആക്രമിക്കപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ, ആക്രമിക്കപ്പെടണമെന്നൊന്നുമില്ല, വാർത്ത കേട്ടാൽ ഉടനെ ഹരിയാനയ്ക്ക് 10 ലക്ഷം അനുവദിക്കുന്നു, അല്ലെങ്കിൽ അവിടെ മരിച്ചയാളിന് ഇത്ര ലക്ഷം അനുവദിക്കുന്നു. ഇങ്ങനെ ഓരോ ഇന്ത്യയുടെ പ്രദേശത്തും മുസ്ലിം നാമധാരികൾ ആക്രമിക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ കൃത്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് പറന്ന് എത്തുന്ന മുഖ്യമന്ത്രി സ്വന്തം ഭരണകൂടത്തിന് കീഴില് ഇനിയും തിട്ടപ്പെടുത്തപ്പെട്ടിട്ടില്ലാതെ 500-ലധികം ആൾക്കാര് കൊല്ലപ്പെടുകയും അതുപോലെ അത്രയും വീടുകളും കടകളും നഷ്ടപ്പെടുകയും ചെയ്തപ്പോ എവിടെ പോയി ധനസഹായം? അപ്പൊ പറയുന്നത് കേന്ദ്രം 2000 കോടി തരണം എന്ന. കേന്ദ്രം 2000 കോടി തരണമെന്ന് പറയുന്നത് മറ്റൊരു കൊള്ളയാണ്. അവിടെ ആകെ നഷ്ടപ്പെട്ടു പോയ വീടിനേക്കാൾ ഏതാണ്ട് 100-200 കൂടുതൽ വീടുകൾ വെച്ചു കൊടുക്കാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടുത്തെ പാലങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ചെയ്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ കേരള സർക്കാരിന്റെ ഒരു പൈസയുടെ ആവശ്യമില്ലാത്ത വിധം പൊതുസമൂഹം അതിന്റെ മുഴുവൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു. അപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുകയാണ് 2000 കോടി രൂപ ഉടനെ അനുവദിക്കണം. അപ്പോൾ ഈ 2000 കോടി രൂപ എന്തിനാണ് എന്ന ചോദ്യം വരും. ആ ചോദ്യവും ചർച്ചയും അവിടെ നടക്കട്ടെ. പക്ഷേ അതൊക്കെ നടക്കുമ്പോഴും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുക, വേർതിരിവുണ്ടാക്കുക, ന്യൂനപക്ഷ പ്രീണനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി കേരളത്തിന് പുറത്തു നടക്കുന്ന സംഭവങ്ങളെ, നിസാര സംഭവങ്ങളെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കുറ്റകൃത്യങ്ങളെ, അല്ലെങ്കിൽ പിന്നീട് വ്യാജമെന്ന് തെളിയുന്ന ചില ആരോപണങ്ങളെ പിന്തുണയ്ക്കാൻ വേണ്ടി നമ്മുടെ ഖജനാവിൽ നിന്ന് വൻതോതിൽ ഫണ്ട് ഒഴുക്കുകയാണ്. ഈ ഫണ്ടൊക്കെ ഒഴുക്കുന്നത് വ്യാജമായിട്ടാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ പേരിൽ ചെലവെഴുതി ഇവിടെ തന്നെ ഇത് അടിച്ചു മാറ്റുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ വയനാട് ദുരന്തത്തിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പണം അനുവദിക്കാൻ പോകുന്നു, പണം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു കണക്ക് കൂട്ടി നോക്കിയാൽ, ഞാനതിന്റെ കണക്കിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവിടെ ആകെ നഷ്ടപ്പെട്ട വീടുകൾ മുഴുവൻ ഉണ്ടാക്കി, ആകെ തകർന്നു പോയ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കി, എല്ലാവരുടെയും പേരിൽ ഒരു 1/2 കോടി രൂപ, മരിച്ചുപോയവരുടെ പേരിൽ 1/2 കോടി രൂപ വീതം ബാങ്കിൽ നിക്ഷേപിച്ചാൽ പോലും ഒരു 300-350 കൂടി വന്നാൽ 400, അല്ല പോട്ടെ 500 കോടി കൂടുതൽ വരിക. പക്ഷെ 2000 കോടി വേണമെന്ന് പറഞ്ഞാൽ ബാക്കി 1500 കോടി അടിച്ചു മാറ്റാനല്ലേ. ഓഖി ദുരന്തത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ മഹാപ്രളയത്തിലുമൊക്കെ കേന്ദ്രം അനുവദിച്ച നഷ്ടപരിഹാര തുക, സമാശ്വാസ തുകയുടെ പകുതി പോലും ചെലവഴിക്കാതെ ഇവിടെ നിന്ന് അതിനുള്ള അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റ് അതിന്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റിംഗ് നടത്താതെ, അതുപോലെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വീണ്ടും ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് 2000 കോടി വേണം. നരേന്ദ്രമോദി പിടികൊടുത്തില്ലല്ലോ. നരേന്ദ്രമോദി പറഞ്ഞല്ലോ റിപ്പോർട്ട് തരൂ എന്ന് പറയുമ്പം ഇതിന് മുമ്പ് തന്ന പണത്തിന്റെ റിപ്പോർട്ടും കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിൽ പിന്നെ യാതൊരു ശബ്ദവും പുറത്തു വന്നില്ലല്ലോ. കാരണം എന്താ? കൃത്യമായ പണിയാണ് പിണറായി വിജയന് കൊടുത്തത്. ഇന്നലെ വരെ കിട്ടിയതിന്റെ കണക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ട് തന്നാൽ ഇതിന് എത്ര വേണമെന്നുള്ളത് കണക്കാക്കി പൈസ അങ്ങോട്ട് തരും. പക്ഷെ ഇന്നലെ വരെയുള്ള കണക്ക് എവിടെ പോയി നമുക്കറിയാലോ. സഖാക്കന്മാര് മോഷ്ടിച്ചുകൊണ്ട് പോയത്.
ഇത്തവണ പോലും വയനാട്ടിലേക്കാണെന്നും പറഞ്ഞ് സംഭരിച്ച സാധനം അടിച്ചുകൊണ്ട് പോകുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ രാത്രി വീഡിയോ എടുത്തല്ലോ, അത് CPM-കാരായിരുന്നല്ലോ. അപ്പോൾ ആ തരത്തിൽ ഓരോ പ്രകൃതി ദുരന്തവും കൊള്ള മുതലിന് വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭമാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, വാഹനാപകടങ്ങൾ ഉണ്ടായി. 2 വാഹനങ്ങളിലും പെട്ട 8 or 10 ആൾക്കാര് വഴിയിൽ കുടുങ്ങുന്ന രാത്രി സമയങ്ങളിൽ ധാരാളം പേര് ഓടിക്കൂടും. ഈ ഓടിക്കൂടുന്നവരുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ കയ്യിലുള്ള ആഭരണങ്ങളും പണവും തട്ടിപ്പറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തട്ടിപ്പറിച്ചിട്ട് പോലീസും ആൾക്കാരും വരുന്നതിനിപ്പുറം ഇവർ സ്ഥലം വിടും, ഇരുളിന്റെ മറവിൽ ഇവർ സ്ഥലം വിടും. അങ്ങനെ വാഹനത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ കൊള്ളയടിക്കുന്ന അതേ ആൾക്കാരുടെ പിൻഗാമിയാണ് ഇന്ന് പിണറായിയും കൂട്ടരും. കാരണം ദുരിതത്തിൽപ്പെട്ട് കിടക്കുന്ന ജനങ്ങളുടെ പേരിൽ പുറത്തോട്ട് നിലവിളിച്ച് ഭയങ്കരമായിട്ട് പൈസ വരുത്തുന്നു. ഈ പൈസ മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നു. കേന്ദ്രത്തിൻ്റെതാണെങ്കിൽ കേന്ദ്ര ഫണ്ടിൽ നിന്ന് സംസ്ഥാന ഫണ്ടിലേക്ക് വരുന്നു. ഈ വരുന്നത് മുഴുവൻ ഇവന്മാര് കട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ വാഹനാപകടത്തിൽപ്പെടുന്നവരെ കൊള്ള ചെയ്യുന്നവരെക്കാൾ എത്രയോ വലിയ ക്രൂരമാണ് ഇവർ, ഭരണാധികാരിയും കൂടിയാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ ഭരണകൂടത്തിൽ നിന്ന് എല്ലാ ദുരന്തങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.